Hello friends, welcome to AutoCAD online training presented by BIMLabs Engineering Services Private Limited. BIMLabs is an Autodesk authorized learning partner. I am Samira Salim, working as a senior technical engineer at BIMLabs. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് AutoCAD ഡയമെൻഷൻസ് ആണ്. ഓക്കെ, നമുക്കറിയാം AutoCAD-നകത്ത് വിവിധ തരം ഡയമെൻഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹോം ടാബിനകത്ത് അനോട്ടേഷൻ പാനലിനകത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഐക്കൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും. ലീനിയർ, അലൈൻഡ്, ആംഗുലർ, ആർക്ക് ലെങ്ത്, റേഡിയസ്, ഡയമീറ്റർ, ഓർഡിനേറ്റ് തുടങ്ങി കുറച്ചധികം ഡയമെൻഷൻസ് ആണ് ഇവിടെ നമുക്ക് AutoCAD യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മെനു ബാറിനകത്ത് ഡയമെൻഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴും ഒരുപാട് ഡയമെൻഷൻസിന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് ലീനിയർ ഡയമെൻഷൻ ആണ്. ലീനിയർ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പോലെ സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഡയമെൻഷൻസ് എല്ലാം ലീനിയർ ഡയമെൻഷൻസ് ആണ്. ഇവിടെ ഞാനിപ്പോൾ കുറച്ച് ലീനിയർ ഡയമെൻഷൻസ് പ്ലേസ് ചെയ്യാൻ പോവാണ്. ഇവിടെ നമുക്ക് ലീനിയർ ഡയമെൻഷൻസ് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇങ്ങനെ പ്ലേസ് ചെയ്ത എല്ലാ ഡയമെൻഷൻസ് എന്താണ്, ലീനിയർ ഡയമെൻഷൻസ് ആണ്. നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അലൈൻഡ് ഡയമെൻഷൻസ് ആണ്. അലൈൻഡ് ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു അലൈൻ ആയിട്ടിരിക്കുന്ന ഒരു ലീനിയർ ഡയമെൻഷൻസ് ആണ് അലൈൻഡ് ഡയമെൻഷൻ. ഇപ്പോൾ ഇതൊരു അലൈൻഡ് ഡയമെൻഷൻ ആണ്. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു അലൈൻഡ് ഡയമെൻഷൻ ആണ്. കണ്ടോ, ഇതൊരു അലൈൻഡ് ഡയമെൻഷൻ ആണ്. ഇപ്പോൾ ഈ ഒരു ലൈനിന്റെ അലൈൻഡ് ഡയമെൻഷൻ ഇങ്ങനെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒരിക്കലും ലീനിയർ ഡയമെൻഷൻസ് യൂസ് ചെയ്ത് അലൈൻഡ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഞാൻ ലീനിയർ ഡയമെൻഷൻ ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കണ്ടോ, നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ മാത്രമേ അവിടെ കിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അലൈൻഡ് ഡയമെൻഷൻ വേണം യൂസ് ചെയ്യാൻ. നെക്സ്റ്റ് ഇവിടെ ഉള്ളത് ഒരു ആംഗുലർ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാനായിട്ട് ആംഗുലർ ചൂസ് ചെയ്യാം. ഈ ഒരു രണ്ട് ലൈൻസിന്റെ ആംഗിൾ എത്രയാണെന്ന് എനിക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആംഗുലർ ഡയമെൻഷൻ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, മനസ്സിലാവും ഇത് 90 ഡിഗ്രി ആണ്. നെക്സ്റ്റ് ഞാനിപ്പോൾ ഈ രണ്ട് പോർഷന്റെ ആണ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളോടെ ഡയമെൻഷനോടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഉള്ളത് ആർക്ക് ലെങ്ത് ആണ്. ആർക്കിന്റെ ലെങ്ത് ഒക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആർക്ക് ലെങ്ത് ഡയമെൻഷൻ ചൂസ് ചെയ്യാം. അപ്പൊ ഈ ഒരു ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ആർക്ക് ചൂസ് ചെയ്തു. കണ്ടോ, അതിന്റെ ആർക്ക് ലെങ്ത് എത്ര എന്നുള്ള കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് റേഡിയസ് ആണ്. ഒരു സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ, സർക്കിളിന്റെയോ ആർക്കിന്റെയോ എന്തിന്റെ ആണെങ്കിലും റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു റേഡിയസ് ചൂസ് ചെയ്യാം. പിന്നുള്ളത് ഡയമീറ്റർ ആണ്. ഞാൻ ആ സർക്കിൾ തന്നെ ചൂസ് ചെയ്ത് അതിന്റെ ഡയമീറ്റർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഇവിടെ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയമെൻഷൻ ആണ്. നമുക്കറിയാം, നമ്മൾ ആദ്യമേ തന്നെ നോക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഈ WCS, അതായത് വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം. വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം ഇതാണ്. വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം 000 ആണ്. XY ആക്സിസിന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ആദ്യം ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലാണ് നമ്മൾ പറഞ്ഞതാണ് വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു AutoCAD ഇന്റർഫേസിൽ എന്ത് പ്ലേസ് ചെയ്ത ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്താലും എന്തൊന്ന് ക്രിയേറ്റ് ചെയ്താലും അതെല്ലാം വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിന് ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് ഇതിനകത്തുള്ള ഓരോ പോയിന്റ്സിനകത്തും ഒരു XY കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും. എല്ലാ പോയിന്റ്സിനകത്തും ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഡയമെൻഷൻ ആക്കി അവിടെ പ്ലേസ് ചെയ്യണമെന്നുണ്ട്. അതായത് എനിക്കിപ്പോ ഈ ഒരു ഞാനിപ്പോ ഈ സെലക്ഷൻ കാണിക്കുന്ന ഈ ഒരു പോയിന്റിന്റെ X കോർഡിനേറ്റോ Y കോർഡിനേറ്റോ ഒക്കെ നമുക്ക് ഡയമെൻഷൻ ആയിട്ട് പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓർഡിനേറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഓർഡിനേറ്റ് എടുത്തിട്ട് ഒരു പോയിന്റ് അപ്പൊ പറയുന്നത് സ്പെസിഫൈ ഫീച്ചർ ലൊക്കേഷൻ, ഞാനൊരു പോയിന്റിനെ ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് കണ്ടോ. അതായത് താഴോട്ട് പോകുമ്പോൾ ഒരു ടെക്സ്റ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ ഹൊറിസോണ്ടൽ പോകുമ്പോൾ വേറൊരു മെഷർമെന്റ് ആണ് കാണിക്കുന്നത്. രണ്ട് മെഷർമെന്റ് ആണ്. അതായത് ഞാനിപ്പോ ഒരെണ്ണം ഇങ്ങനെ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിന്റെ എക്സോ വൈയോ ഇസഡോ കോർഡിനേറ്റ്സ് അറിയണം എന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് ഏരിയ ആണ് ID എന്ന് പറയും. അപ്പൊ ഞാൻ ID എന്ന് പറഞ്ഞ കമാൻഡ് ചൂസ് ചെയ്തിട്ട് സ്പെസിഫൈ ഒരു പോയിന്റ് സ്പെസിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കമാൻഡ് പാനലിന് മേലായിട്ട് കാണാൻ പറ്റും X കോർഡിനേറ്റ് 2685 Y 2225 ആണ്. ഇപ്പൊ ഞാൻ ഓർഡിനേറ്റ് ഡയമെൻഷൻ പ്ലേസ് ചെയ്ത പോയിന്റിന് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് 2225, അതായത് Y കോർഡിനേറ്റ് ആണ്, Y ഓർഡിനേറ്റ് ആണ് ഞാനിപ്പോ അവിടെ കാണുന്നത് എന്നാണ്. വീണ്ടും ഞാൻ ഓർഡിനേറ്റ് എടുത്തു. സെയിം പോയിന്റ് തന്നെ സ്പെസിഫൈ ചെയ്ത് താഴോട്ട് കാണിക്കുമ്പോൾ എനിക്കിപ്പോ കാണിക്കുന്നത് X ഓർഡിനേറ്റ് ആണ്. അപ്പൊ നമുക്ക് XY ഓർഡിനേറ്റ്സ് ഇത് കണക്ക് ഓർഡിനേറ്റ് ഡയമെൻഷൻ യൂസ് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് ഇവിടെ ഉള്ളത് ജോഗ്രി ഡയമെൻഷൻസ് ആണ്. ജോഗ്രി ഡയമെൻഷൻസ് യൂസ് ചെയ്യുന്നത് നമുക്ക് സർക്കിൾസിനോ ആർക്കിനകത്തോ ഞാനിപ്പോ വിചാരിക്കുന്ന പ്ലേസിൽ തന്നെ എനിക്ക്
ഇതിന്റെ ഡയമെൻഷൻസ് പ്ലേസ് ചെയ്യാൻ പറ്റില്ല, കുറച്ചുകൂടി മാറ്റി ഇതിന്റെ സെന്റർ ലൊക്കേഷൻ മാറ്റി കൊടുക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജോഗ്രഫി ഡയമെൻഷൻ ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോ ഈ ഒരു ആർക്കിന്റെ റേഡിയസ് അറിയണം. ഞാൻ എന്ത് ചെയ്യുവാണ്, ആർക്കിനെ ഒന്ന് ചൂസ് ചെയ്തു. അടുത്ത ഞാൻ സെന്റർ ലൊക്കേഷൻ ആയിട്ട് വേറെ ഏതെങ്കിലും ഒരു പോയിന്റിനെ ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് കണ്ടോ. അപ്പൊ എനിക്ക് വേണ്ട രീതിക്ക് അതിനിങ്ങനെ ജോഗ്രഡ് ആക്കിക്കൊണ്ട് തന്നെ ഒരു ഡയമെൻഷൻ എനിക്ക് ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് നമ്മൾ ജോഗ്രഡ് ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ടൈപ്പ് ഡയമെൻഷൻസ് ആണ് ഇവിടെ കിടപ്പുള്ളത്. ലീനിയർ ഡയമെൻഷൻസ്, അലൈൻഡ് ഡയമെൻഷൻസ്, ആംഗുലർ, ആർക്ക് ലെങ്ത്, റേഡിയസ്, ഡയമീറ്റർ, ഓർഡിനേറ്റ് ആൻഡ് ജോഗ്രഡ് ഡയമെൻഷൻസ്. ഇനി കുറച്ച് വേറൊരു ഓപ്ഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ അനോട്ടേറ്റ് ടാബ് എടുക്കുമ്പോൾ നമുക്കറിയാം അനോട്ടേഷൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇവിടെ ആയിരിക്കും. അനോട്ടേറ്റ് ടാബ് എടുക്കുമ്പോൾ ഇവിടെ ഡയമെൻഷൻസ് എന്ന് പറയുന്ന ഒരു പാനൽ ഉണ്ട്. ഇതിനകത്ത് ഇവിടെ നിന്നും ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ നെക്സ്റ്റ് ഇവിടെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ ഹോം ടാബിനകത്ത് കണ്ട എല്ലാ ഡയമെൻഷൻസും ഇവിടെയും കിടപ്പുണ്ടാകും. നെക്സ്റ്റ് അത് കൂടാതെ ഇവിടെ 2 ഓപ്ഷൻസ് കൂടിയുണ്ട്, ക്വിക്ക് ഡയമെൻഷൻസും കണ്ടിന്യൂ ഡയമെൻഷൻസും. ക്വിക്ക് ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സീരീസ് ഓഫ് ഡയമെൻഷൻ, കുറെ ഒബ്ജക്ട്സിന് കണ്ടിന്യൂസ് ആയിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു സീരീസ് ഓഫ് ഡയമെൻഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ക്വിക്ക് ഡയമെൻഷൻ. ഞാനിപ്പോൾ ക്വിക്ക് ഡയമെൻഷൻ എടുത്തിട്ട് കുറച്ചൊരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കുവാണ്. ഈ ഒരു ഒബ്ജക്റ്റിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കുറെ ലൈൻസിനെ ഇങ്ങനെ സെലക്ട് ചെയ്തു, എൻറ്റർ കൊടുത്തു, പ്ലേസ് ചെയ്തു. കണ്ടോ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്ത ലൈൻസിൽ കൂടിയുള്ള ഡയമെൻഷൻസ് എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ക്വിക്ക് ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈൻസ് മാത്രമല്ല ഏതൊരു ഒബ്ജക്റ്റ് വേണമെന്നുണ്ടെങ്കിലും എനിക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോ ഒരു സർക്കിൾ എടുക്കുവാണ്. വീണ്ടും ഞാൻ വേറൊരു സർക്കിൾ വരച്ചു, അഗൈൻ ഞാൻ വേറൊരു സർക്കിൾ വരച്ചു, അഗൈൻ ഞാൻ വേറൊരു സർക്കിൾ വരച്ചു, ഞാൻ വേറൊരു റെക്ടാങ്കിൾ വരച്ചു. ഇതിനെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഡയമെൻഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഡയമെൻഷൻ ആണ് ക്വിക്ക് ഡയമെൻഷൻ. ഞാൻ ഈ സർക്കിൾസിനെ എല്ലാം, ഈ ഒബ്ജക്റ്റിനെ എല്ലാം സെലക്ട് ചെയ്യുവാണ്. എല്ലാം സെലക്ട് ചെയ്തു, എൻറ്റർ കൊടുക്കുക, പ്ലേസ് ചെയ്യുക. ഇതുണ്ടോ, അങ്ങനെ പ്ലേസ് ചെയ്തതിന്റെ സെന്റർ ടു സെന്റർ വെച്ചിട്ട് എല്ലാത്തിന്റെ ഡയമെൻഷൻ എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ ക്വിക്ക് ഡയമെൻഷൻസ് എടുക്കുവാണ്. സർക്കിൾസിനെ മാത്രം സെലക്ട് ചെയ്തു, എൻറ്റർ കൊടുത്തു. ഇപ്പൊ സർക്കിൾസിന്റെ മാത്രമായിട്ട് നമുക്ക് ഇത് നമുക്ക് ക്വിക്ക് ആയിട്ടുള്ള കുറച്ച് സെന്റർ ടു സെന്റർ പോയിന്റ് വെച്ചിട്ട് ക്വിക്ക് ആയിട്ട് ഒരു സീരീസ് ഓഫ് ഡയമെൻഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ക്വിക്ക് ഡയമെൻഷൻ എന്ന് പറയുക. ഓക്കെ, ഇതിപ്പോ ഞാൻ ഒരു സർക്കിളിനെ മാത്രമായിട്ട് സെലക്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ റേഡിയസ് ആയിരിക്കും എനിക്ക് കാണുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് കണ്ടിന്യൂ ആണ്. കണ്ടിന്യൂ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഒരു ലീനിയർ ഡയമെൻഷൻ എടുത്തിട്ട് 2 പോയിന്റ്സിന്റെ ഡയമെൻഷൻ ചെയ്ത് ഇങ്ങനെ വെക്കുവാണ്. അതിനുശേഷം നിങ്ങൾക്ക് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു ഡയമെൻഷൻ പ്രൊവൈഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷനാണ് കണ്ടിന്യൂ. കണ്ടിന്യൂ എടുക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഡയമെൻഷൻ ചെയ്ത് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്നായിരിക്കും ആ ഡയമെൻഷൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ഒരുമിച്ച് ഒരേ ലൈനിൽ അലൈൻഡ് ആയിട്ട് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡയമെൻഷൻസ് പ്ലേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട പോയിന്റ്സിൽ മാത്രം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. കണ്ടു, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡയമെൻഷൻസ് പ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കണ്ടിന്യൂ. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഡയമെൻഷൻസ് ഇത്ര ടൈപ്പ് ആണുള്ളത്. ലീനിയർ ഡയമെൻഷൻ, സ്ട്രൈറ്റ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡയമെൻഷൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ അലൈൻഡ് ഡയമെൻഷൻ, ഇൻക്ലൈൻഡ് ഡയമെൻഷൻസ് ഒക്കെ ഡയമെൻഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആംഗുലർ ഡയമെൻഷൻ, ആംഗിൾസ് മെഷർ ചെയ്യാനായിട്ട്. ആർക്ക് ലെങ്ത് സ്പെസിഫൈ ചെയ്യാനായിട്ട്. റേഡിയസ്, ഡയമീറ്റർ, ജോഗ്രഡ് ആൻഡ് ഓർഡിനേറ്റ്സ്, ഇത്ര ഡയമെൻഷൻസ് ആണുള്ളത്. പിന്നെ നമ്മൾ ഒരു ഡ്രോയിങ് ചെയ്യുമ്പോൾ എപ്പോഴും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ് ക്വിക്ക് ഡയമെൻഷൻസ്, കണ്ടിന്യൂ. എപ്പോഴും നമുക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും ഡയമെൻഷൻസ് പ്ലേസ് ചെയ്യേണ്ടി വരിക. സോ കണ്ടിന്യൂ, ക്വിക്ക് ഡയമെൻഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ ഡയമെൻഷൻസ് ചെയ്യുമ്പോൾ അതിനൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണം, അതായത് ഡയമെൻഷൻ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഈ മെനു ബാറിനകത്ത് ഡയമെൻഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയും കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇതും സെയിം തന്നെയാണ്. പിന്നെ ഇവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്നത് ബേസ് ലൈൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ബേസ് ലൈൻ ഡയമെൻഷൻ എടുക്കുമ്പോൾ നമുക്കിങ്ങനെ, ഞാനിപ്പോൾ ഒരു ഡയമെൻഷൻ ഇവിടെ പ്ലേസ് ചെയ്യുവാണ്. പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വേറൊരു ഡയമെൻഷൻ അതിന് താഴെയായിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കുറെ ഡയമെൻഷൻ ഒരു ലൈനിനെ സ്പെസിഫൈ ചെയ്തിട്ട് പോകുന്നതിനെയാണ് നമ്മൾ ബേസ് ലൈൻ ഡയമെൻഷൻസ് എന്ന് പറയുക. കണ്ടോ, ഇതെല്ലാം ഒരു സിംഗിൾ ലൈനിനെ ബേസ് ചെയ്തിട്ട് പ്ലേസ് ചെയ്യുന്ന ഡയമെൻഷൻസ് ആണ്. ഇതിനാണ് ബേസ് ലൈൻ ഡയമെൻഷൻസ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയാണ് കുറച്ച് ഡയമെൻഷൻസ് ഓപ്ഷൻസ് ഉള്ളത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.